ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ എന്നിവയാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി ഇനേഷ്യ എന്താണെന്ന് മനസ്സിലാക്കണം. ഇനേഷ്യ, ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ്സെൽഫ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് ഇനേഷ്യ. ഒരു വസ്തുവിന് സ്വന്തമായി അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള യൂണിഫോം മോഷനോ മാറ്റം വരുത്താനുള്ള കഴിവില്ല. ഈ കഴിവില്ലായ്മയെയാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഇനേഷ്യ എന്നത് ഒരു ഇനബിലിറ്റി അഥവാ കഴിവില്ലായ്മയാണ്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം ചലിക്കാനോ സ്ട്രെയിറ്റ് ലൈൻ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിന് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവില്ല. ഈ കഴിവില്ലായ്മയെയാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. മാസ് ഓഫ് ദ ബോഡി ഈസ് എ മെഷർ ഓഫ് ഇനേഷ്യ. ഒരു വസ്തുവിൻ്റെ മാസ് അതിൻ്റെ ഇനേഷ്യയുടെ അളവാണ്. ഇഫ് എ ബോഡി ഹാസ് മോർ മാസ് ഇറ്റ് ഹാസ് മോർ ഇനേഷ്യ. അതായത് ഒരു വസ്തുവിൻ്റെ മാസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇനേഷ്യ വർദ്ധിക്കും. മാസ് കുറഞ്ഞ വസ്തുക്കൾക്ക് ഇനേഷ്യ കുറവും മാസ് കൂടിയ വസ്തുക്കൾക്ക് ഇനേഷ്യ കൂടുതലുമായിരിക്കും. അടുത്തതായി ഇനേഷ്യയ്ക്ക് ഒരു ഉദാഹരണം നോക്കാം. എ പേഴ്സൺ ചേസ്ഡ് ബൈ എൻ എലിഫൻറ്റ് വിൽ മൂവ് ഇൻ എ സിഗ്സാഗ് മാനർ. ദിസ് ഈസ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ലാർജ് ഇനേഷ്യ ഓഫ് മാസീവ് എലിഫൻറ്റ്. ആനയ്ക്ക് മാസ് വളരെ കൂടുതലാണ്. മാസ് കൂടുതലായതുകൊണ്ട് ഇനേഷ്യയും കൂടുതലായിരിക്കും. ഇനേഷ്യ കൂടുതലായിരിക്കുന്നത് കൊണ്ട് ആനയ്ക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ഓഫ് മോഷൻ, ഓടിക്കൊണ്ടിരിക്കുന്ന ദിശ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാളുടെ പുറകെ ഒരു ആന ഓടുകയാണ് എങ്കിൽ ആ ഓടുന്ന വ്യക്തി അയാളുടെ ഓട്ടത്തിൻ്റെ ദിശ ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയാണ് എങ്കിൽ ആനയിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റും. ഇതിന് കാരണം ആനയ്ക്ക് മാസ് കൂടുതലായതുകൊണ്ടാണ്. മാസ് കൂടുതലായതുകൊണ്ട് ഇനേഷ്യയും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ, ഓടുന്നതിൻ്റെ ദിശ പെട്ടെന്ന് മാറ്റാൻ ആനയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് ദിശ മാറ്റി ഓടുകയാണ് എങ്കിൽ ആനയിൽ നിന്നും രക്ഷപ്പെടാം. ദർ ആർ 3 ടൈപ്സ് ഓഫ് ഇനേഷ്യ. 3 തരത്തിൽ ഇനേഷ്യകളുണ്ട്. ആദ്യത്തേത് ഇനേഷ്യ ഓഫ് റെസ്റ്റ്, രണ്ടാമത്തേത് ഇനേഷ്യ ഓഫ് മോഷൻ, മൂന്നാമത്തേത് ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ. ഇവ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഇന്നബിലിറ്റി ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ് ടു മൂവ് ബൈ ഇറ്റ്സെൽഫ് വിത്തൗട്ട് ദ അപ്ലിക്കേഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് നൽകിയാൽ മാത്രമേ അതിന് ചലിക്കാൻ പറ്റുകയുള്ളൂ. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം ചലിക്കാൻ പറ്റില്ല. ഈ കഴിവില്ലായ്മയെയാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. അതിന് മുകളിൽ ഒരു ഫോഴ്സ് നൽകിയാൽ മാത്രമേ അത് ചലിക്കുകയുള്ളൂ. ഇതിനൊരു ഉദാഹരണം നോക്കാം. വെൻ എ ബസ് അറ്റ് റെസ്റ്റ് സ്റ്റാർട്ട് സഡൻലി ദ പാസഞ്ചേഴ്സ് ഫോൾ ബാക്ക്വേർഡ്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ അതിലെ യാത്രക്കാർ പിന്നിലേക്ക് ചലിക്കുന്നത് കാണാം. ഇത് ഇനേഷ്യ ഓഫ് റെസ്റ്റിന് നല്ലൊരു ഉദാഹരണമാണ്. രണ്ടാമത്തെ ഇനേഷ്യയാണ് ഇനേഷ്യ ഓഫ് മോഷൻ. ഇന്നബിലിറ്റി ഓഫ് എ മൂവിംഗ് ബോഡി ടു കം ടു റെസ്റ്റ് ബൈ ഇറ്റ് സെൽഫ് വിത്തൗട്ട് ദ അപ്ലിക്കേഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന് അഥവാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല. ഈ കഴിവില്ലായ്മയെയാണ് ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അഥവാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു ഫോഴ്സ് നൽകണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല. ഈ കഴിവില്ലായ്മയാണ് ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം നോക്കാം. വെൻ എ മൂവിംഗ് ബസ് സ്റ്റോപ്സ് സഡൻലി ദ പാസഞ്ചേഴ്സ് ടെൻഡ്സ് ടു ഫോൾ ഫോർവേഡ്. വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ് സഡൻ ബ്രേക്ക് ചെയ്യുന്നു എന്ന് കരുതാം. സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുന്ന യാത്രക്കാർ ബസ് നേരത്തെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന അതേ ദിശയിലേക്ക് നീങ്ങുന്നത് കാണാം. ഇത് ഇനേഷ്യ ഓഫ് മോഷൻ കാരണമാണ്. മൂന്നാമത്തെ ടൈപ്പ് ഇനേഷ്യയാണ് ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ. ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ബൈ ഇറ്റ് സെൽഫ്. ഒരു പ്രത്യേക ഡയറക്ഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിന് സ്വയം ആ ഡയറക്ഷൻ ഓഫ് മോഷൻ മാറ്റാൻ പറ്റുന്നില്ല. ഈ കഴിവില്ലായ്മയാണ് ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ സ്പാർക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഷാർപ്പനിങ് ഓഫ് എ മെറ്റൽ ഫ്രം ഗ്രൈൻഡിങ് വീൽ വിൽ ലീവ് ദ റിം ഓഫ് ദ വീൽ ടാൻജൻഷ്യലി. ഇവിടെ വേഗത്തിൽ കറങ്ങുന്ന ഒരു ഡിസ്ക് കാണാം. ഈ ഡിസ്കിലേക്ക് ഒരു കത്തി വെച്ചിരിക്കുന്നു. ഈ ഡിസ്കും കത്തിയും തമ്മിൽ ഉരസുന്ന സ്ഥലത്തുണ്ടാവുന്ന സ്പാർക്ക് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നത് കാണാം. ഇവിടെ ഡിസ്ക് കറങ്ങുന്നത് സർക്കുലറായിട്ടാണ് അഥവാ വൃത്താകൃതിയിലാണ്. എന്നാൽ ഈ കത്തിയും ഡിസ്കും തമ്മിൽ ഉരസി ഉണ്ടാകുന്ന സ്പാർക്ക് സഞ്ചരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. ഇത് ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ ഒരു ഉദാഹരണമാണ്. അടുത്തതായി ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നോക്കാം. According to Newton's first law,
Every body continues in its state of rest or uniform motion along a straight line unless or until it is compelled by an external force to change that state. അതായത് റെസ്റ്റിലിരിക്കുന്ന നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു നിശ്ചലാവസ്ഥയിലും യൂണിഫോം വെലോസിറ്റിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ആ അവസ്ഥയിലും തുടരും. അതിന് മുകളിൽ ഒരു ഫോഴ്സ് പ്രവർത്തിക്കുന്നത് വരെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് വരെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു നിശ്ചലാവസ്ഥയിലും നേർരേഖാ സമചലനത്തിലുള്ളൊരു വസ്തു നേർരേഖാ സമചലനത്തിലും തുടരും. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ദിസ് ലോ ഡിഫൈൻസ് ഇനേഷ്യ, സോ ഇറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഇനേഷ്യ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിൽ 2 തരം ഇനേഷ്യകളെ കുറിച്ചാണ് പറയുന്നത്, ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷനും. അതുകൊണ്ട് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയെ ലോ ഓഫ് ഇനേഷ്യ എന്നും പറയുന്നു. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പ്രകാരം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നൽകിയാൽ മാത്രമേ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിലൂടെ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ ആ അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഡിഫൈൻസ് ഫോഴ്സ്. ഫോഴ്സ് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു ലോയാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ നോക്കുന്നതിന് മുൻപായി ലീനിയർ മൊമെൻറ്റം എന്താണെന്ന് മനസ്സിലാക്കാം. ദ എഫക്റ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ എ ടേം കോൾഡ് മൊമെൻറ്റം. ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ആഘാതം അഥവാ എഫക്റ്റ് വിശദീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മൊമെൻറ്റം. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ബോഡി. മൊമെൻറ്റം എന്നത് ഒരു വസ്തുവിൻ്റെ മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റാണ്. മൊമെൻറ്റത്തിന് സാധാരണയായി പി എന്ന സിമ്പലാണ് ഉപയോഗിക്കുന്നത്. മൊമെൻറ്റം പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന് സ്മോൾ ലെറ്റർ എം എന്ന സിമ്പലും വെലോസിറ്റിക്ക് വി എന്ന സിമ്പലും നൽകിയിരിക്കുന്നു. മാസ് സ്കെയിലാറും വെലോസിറ്റി വെക്ടറുമാണ്. അതുകൊണ്ട് ഇവയുടെ പ്രോഡക്റ്റ് മൊമെൻറ്റം ഒരു വെക്ടർ ആയിരിക്കും. വെക്ടർ പി ഈക്വൽ ടു എം ഇൻറ്റു വെക്ടർ വി. ഇവിടെ വെലോസിറ്റി വെക്ടർ ആയതുകൊണ്ട് മൊമെൻറ്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇതിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. മൊമെൻറ്റം എന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റിയുടെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അതുകൊണ്ട് മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ mL(T⁻⁻1) ആണ്. മാസിൻ്റെ ഡയമെൻഷൻ m, വെലോസിറ്റിയുടെ ഡയമെൻഷൻ L(T⁻⁻1). അതുകൊണ്ട് mL(T⁻⁻1) ആണ് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി 0 ആകുമ്പോൾ അതിൻ്റെ മൊമെൻറ്റവും 0 ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് വർദ്ധിക്കുന്നതിനനുസരിച്ചും വെലോസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ചും അതിൻ്റെ മൊമെൻറ്റം വർദ്ധിക്കും. അടുത്തതായി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ് ആൻഡ് ദ ചേഞ്ച് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് ഒരു വസ്തുവിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അതിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് ആനുപാതികം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സിന് എഫ് എന്ന സിമ്പൽ നൽകുന്നു. dp/dt എന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റമാണ്. ഇവിടെ dp എന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്, dt എന്നത് ചേഞ്ച് ഇൻ ടൈം. അതുകൊണ്ട് dp/dtയെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം എക്സ്റ്റേണൽ ഫോഴ്സ് F പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം dp/dt. ഇവിടെ ഫോഴ്സും മൊമെൻറ്റവും വെക്റ്റർ ക്വാണ്ടിറ്റികളാണ്. F പ്രൊപ്പോർഷണൽ ടു dp/dt എന്ന ഈ പ്രൊപ്പോർഷണാലിറ്റി റിലേഷനെ ഒരു ഇക്വേഷനാക്കി മാറ്റുന്നു. പ്രൊപ്പോർഷണാലിറ്റി റിലേഷനെ ഇക്വേഷനാക്കുമ്പോൾ വരുന്ന കോൺസ്റ്റൻ്റ് ആണ് K. ഇതിനെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയാം. F ഈക്വൽ ടു K ഇൻറ്റു dp/dt. ഇതിൽ P എന്നത് ലീനിയർ മൊമെൻറ്റമാണ്. മൊമെൻറ്റം എന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ Pക്ക് പകരം മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. F ഈക്വൽ ടു K ഇൻറ്റു d/dt ഓഫ് Pക്ക് പകരം mv എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൊമെൻറ്റം Pക്ക് പകരം മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ മാസ് കോൺസ്റ്റൻ്റ് ആണ്. ടൈമിനനുസരിച്ച് സമയത്തിനനുസരിച്ച് മാസിൽ വേരിയേഷൻ വരുന്നില്ല. അതുകൊണ്ട് മാസ് പുറത്തെടുക്കുന്നു. K ഇൻറ്റു m ഇൻറ്റു ബാലൻസ് dv/dt. ഇതിൽ dv/dt എന്നത് ആക്സലറേഷനാണ്. dv എന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി, dt എന്നത് ചേഞ്ച് ഇൻ ടൈം. dv/dt എന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ഇതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സലറേഷനാണ്. അതുകൊണ്ട് dv/dtക്ക് പകരം ആക്സലറേഷൻ a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. F ഈക്വൽ ടു K ഇൻറ്റു m ഇൻറ്റു
dv/dt പകരം a, F = kma. ഇവിടെ kയുടെ വാല്യൂ 1 ആണ്. k എന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ 1 ആണ്. k = 1 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. F = ma, ഫോഴ്സ് = മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇവിടെ ഫോഴ്സും ആക്സലറേഷനും വെക്റ്റർ ക്വാണ്ടിറ്റികളാണ്. മാസ് സ്കേലാറാണ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഫോഴ്സ് എന്നത് മാസ് ഇൻറ്റു ആക്സലറേഷനാണ്. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, ആക്സലറേഷൻ്റെ SI യൂണിറ്റ് m/s². അതുകൊണ്ട് കിലോഗ്രാം m/s² ആണ് ഫോഴ്സിൻ്റെ SI യൂണിറ്റ്. 1 കിലോഗ്രാം m/s²നെ 1 ന്യൂട്ടൺ എന്ന് പറയുന്നു. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നോക്കാം. ഫോഴ്സ് എന്നത് മാസ് ഇൻറ്റു ആക്സലറേഷനാണ്. മാസിൻ്റെ ഡയമെൻഷൻ m, ആക്സലറേഷൻ്റെ ഡയമെൻഷൻ L(t⁻²). mL(t⁻²) ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. അടുത്തതായി 1 ന്യൂട്ടൺ ഫോഴ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. F = ma എന്ന ഇക്വേഷനിൽ m = 1 കിലോഗ്രാം ആൻഡ് a = 1 m/s² എന്നെടുക്കുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിന് 1 കിലോഗ്രാം മാസും അതിൻ്റെ ആക്സലറേഷൻ 1 m/s² ആണ് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ F = ma എന്ന ഇക്വേഷനിൽ m 1, എയും 1, അപ്പോൾ F = 1 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് 1 m/s² ആക്സലറേഷൻ നൽകാൻ ആവശ്യമായ ഫോഴ്സാണ് 1 ന്യൂട്ടൺ. ഇതാണ് 1 ന്യൂട്ടൻ്റെ ഡെഫിനീഷൻ. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് 1 m/s² ആക്സലറേഷൻ നൽകാൻ ആവശ്യമായ ഫോഴ്സാണ് 1 ന്യൂട്ടൺ. അടുത്തതായി ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനും ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷനും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. Newton's first law of motion. According to Newton's first law, every body continues in its state of rest or uniform motion along a straight line unless or until it is compelled by an external force to change that state. അതായത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പ്രകാരം റെസ്റ്റിലോ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള യൂണിഫോം മോഷനിലോ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നൽകിയാൽ മാത്രമേ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയുള്ളൂ. അതേപോലെ സ്ട്രെയിറ്റ് ലൈനിലൂടെ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നൽകണം. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് F = ma. ഈ ഇക്വേഷനിൽ F = 0 എന്നൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. F = 0 എന്ന് കൊടുക്കുന്നു. അതായത് LHS 0 ആയി. RHSൽ 2 ടേമുകളാണുള്ളത്, മാസും ആക്സലറേഷനും. മാസ് ഒരിക്കലും 0 ആവില്ല. എല്ലാ ഒബ്ജക്ട്സിനും ഒരു നോൺ സീറോ മാസുണ്ട്. ഫോഴ്സ് 0 ആകുമ്പോൾ ഒരിക്കലും മാസ് 0 ആവില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ ആക്സലറേഷൻ 0 ആവുക എന്നുള്ളതാണ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അഥവാ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലുള്ള ഫോഴ്സ് 0 ആണ് എങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ 0 ആയിരിക്കും. ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്നാണ്. ഒബ്ജക്റ്റ് ഒരേ വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു എന്നർത്ഥം. ഒരു ഒബ്ജക്റ്റിന് മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് 0 ആണ് എങ്കിൽ ആ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ് എന്ന് പറയാം. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സും 0 ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫോഴ്സ് 0 ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഒരേ വേഗതയിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. Thus, Newton's second law agrees with Newton's first law. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യം, ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലെ ഫോഴ്സ് 0 ആകുമ്പോൾ ആ ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായിരിക്കുമെന്നാണ്. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിൽ പറയുന്ന കാര്യം. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലെ ഫോഴ്സ് 0 ആകുമ്പോൾ ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ യൂണിഫോം മോഷനിലായിരിക്കും. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അതായത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ച് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി, ദ ബോഡി വിൽ മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു വസ്തുവിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല എങ്കിൽ ആ വസ്തു യൂണിഫോം വെലോസിറ്റിയിൽ അഥവാ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെന്ന് പറയാം. അടുത്തതായി ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ബട്ട് ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ഇവ പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ 2 ബോളുകൾ കൺസിഡർ ചെയ്യുന്നു, ബോൾ എയും ബോൾ ബിയും. ഒരു ഫ്ലോറിലൂടെ ഉരുണ്ടു വരുന്ന ഈ 2 ബോളുകളും പരസ്പരം കൂട്ടിയിടിക്കുന്നു എന്ന് കരുതാം. ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഈ 2 ബോളുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ
ബോൾ എയുടെ മുകളിൽ നൽകുന്ന ഫോഴ്സാണ് FAB. അതേ സമയത്ത് ബോൾ ബിയുടെ മുകളിൽ നൽകുന്ന ഫോഴ്സാണ് FBA. ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം FAB = FBA ആയിരിക്കും. ബോൾ എയുടെ മുകളിൽ നൽകുന്ന ഫോഴ്സും ബോൾ ബിയുടെ മുകളിൽ നൽകുന്ന ഫോഴ്സും തുല്യവും വിപരീതവുമായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം FAB = FBA എന്ന് എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ബോൾ എയുടെ മുകളിൽ നൽകുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് എങ്കിൽ ബോൾ ബിയുടെ മുകളിൽ നൽകുന്ന ഫോഴ്സും 10 ന്യൂട്ടൺ ആയിരിക്കും. FABയും FBAയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ നൽകിയിരിക്കുന്നത്. ഇതിൽ ഒരു ഫോഴ്സിനെ FABയെ ആക്ഷൻ എന്ന് വിളിക്കാം, രണ്ടാമത്തെ ഫോഴ്സ് FBAയെ റിയാക്ഷൻ എന്നും വിളിക്കാം. അതായത് ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ആക്ഷൻ എന്നതൊരു ഫോഴ്സാണ്, റിയാക്ഷൻ എന്നത് മറ്റൊരു ഫോഴ്സാണ്. ഇവ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ആക്ഷനും റിയാക്ഷനും രണ്ട് വസ്തുക്കളിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ചെയ്ത് പോവില്ല. സിംഗിൾ ഫോഴ്സ് നെവർ എക്സിസ്റ്റ്. ഫോഴ്സ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർസ്. ഒറ്റ ഫോഴ്സായി ഒരിക്കലും ഫോഴ്സുകൾ നിലനിൽക്കുന്നില്ല. എപ്പോഴും ജോഡികളായിരിക്കും ഫോഴ്സുകൾ നിലനിൽക്കുന്നത്. അടുത്തതായി ന്യൂട്ടൺസ് തേർഡ് ലോയ്ക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരാൾ വെള്ളത്തിലൂടെ നീന്തുന്ന സമയത്ത് ഇയാൾ കൈകൾ ഉപയോഗിച്ച് വെള്ളത്തിന് മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇത് ആക്ഷനായി എടുക്കാം. ഇതേ സമയത്ത് വെള്ളം തിരിച്ച് ഇയാളുടെ കൈകളിൽ നൽകുന്ന ഫോഴ്സ് റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ കാരണമാണ് ഇയാൾക്ക് വെള്ളത്തിലൂടെ നീന്താൻ കഴിയുന്നത്. ഒരാൾ വെള്ളത്തിലൂടെ നീന്തുന്ന സമയത്ത് അയാളുടെ കൈകൾ ഉപയോഗിച്ച് വെള്ളത്തിന് മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അതേസമയം വെള്ളം തിരിച്ച് ഇയാളുടെ കൈകളുടെ മുകളിൽ ഫോഴ്സ് കൊടുക്കുന്നു. ഈ ഫോഴ്സ് കാരണമാണ് ഇയാൾക്ക് വെള്ളത്തിലൂടെ നീന്താൻ കഴിയുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു റോഡിലൂടെ നടക്കുന്ന ഒരാളെ കാണാം. ഇയാൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇയാളുടെ കാലുപയോഗിച്ച് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഈ ഫ്ലോറിൽ അഥവാ ഈ റോഡിൽ ഒരു ഫോഴ്സ് നൽകുന്നു. ഇതിനെ ആക്ഷൻ എന്ന് വിളിക്കാം. ഇതേ സമയത്ത് ഈ ഫ്ലോറ് ഇയാളുടെ കാലിന് മുകളിൽ ഒരു ഫോർവേഡ് ഫോഴ്സ് നൽകുന്നു. ഈ ഫോഴ്സ് കാരണമാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നത്. കാലുകൾ റോഡിൽ നൽകുന്ന ഫോഴ്സ് ആക്ഷനും റോഡ് തിരിച്ച് കാലിന് മുകളിൽ നൽകുന്ന ഫോഴ്സ് റിയാക്ഷനുമാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ പറക്കുന്ന ഒരു പക്ഷിയെ കാണാം. ഈ പക്ഷി ചിറകടിക്കുമ്പോൾ ചിറകുകൾ ഉപയോഗിച്ച് വായുവിൽ ഒരു ഫോഴ്സ് നൽകുന്നു. ഇത് ആക്ഷനാണ്. ഇതേ സമയത്ത് എയർ അഥവാ വായു തിരിച്ച് ചിറകിന് മുകളിൽ ഒരു ഫോഴ്സ് നൽകും. ഇത് റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ കാരണമാണ് പക്ഷിക്ക് പറക്കാൻ പറ്റുന്നത്. ചിറകുകൾ വായുവിൻ്റെ മുകളിൽ നൽകുന്ന ഫോഴ്സ് ആക്ഷനും വായു തിരിച്ച് ചിറകുകളുടെ മുകളിൽ നൽകുന്ന ഫോഴ്സ് റിയാക്ഷനുമാണ്. ഇപ്രകാരമാണ് പക്ഷിക്ക് പറക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ മുകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു റോക്കറ്റിനെ കാണാം. റോക്കറ്റിന് അടിഭാഗത്തിരിക്കുന്ന ഫ്യൂവൽ കത്തുമ്പോൾ അതിവേഗത്തിൽ താഴേക്ക് എയർ സഞ്ചരിക്കുന്നു. റോക്കറ്റ് ഇതിന് താഴെ ഇരിക്കുന്ന എയറിന് മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അത് ആക്ഷനാണ്. അതിന് ചുറ്റുമുള്ള എയർ റോക്കറ്റിന് മുകളിൽ നൽകുന്നത് റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ കാരണമാണ് റോക്കറ്റ് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ആക്ഷനും റിയാക്ഷനും രണ്ട് വസ്തുക്കളിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ചെയ്ത് പോവില്ല.